ആതുര സേവനം അഭിമാനത്തോടെ ഉൾക്കൊള്ളേണ്ട ബഹുമതിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആതുര വിദ്യാസമ്പന്നർ അർപ്പണ മനോഭാവത്തോടെ സേവനം പൊതുസമൂഹത്തിന് സമർപ്പിക്കണമെന്നും ഗവർണർ. റഷ്യൻ സൈനിക സംഘത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃക്കൂർ സ്വദേശി മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. സംഭവത്തിൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം കാത്ത് കുടുംബം. കുമ്മാട്ടിക്കളി നടത്താൻ സർക്കാരിന്റെ അനുമതി തേടി കുമ്മാട്ടി സംഘങ്ങൾ. മന്ത്രി കെ രാജന് കുമ്മാട്ടി സംഘങ്ങൾ നിവേദനം നൽകി. മന്ത്രിയിൽ നിന്ന് അനുകൂല മറുപടിയാണ് ലഭിച്ചതെന്ന് കുമ്മാട്ടി സംഘങ്ങൾ. വലിയകയിൽ നിർത്തിയിട്ടിരുന്ന 2 കാറുകളിൽ നിന്ന് 40 കിലോ കഞ്ചാവ് തൃശൂർ റൂറൽ ലഹരി വിരുദ്ധ സ്ക്വാഡും പുതുക്കാട് പോലീസും ചേർന്ന് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി കൃഷ്ണദാസ്, കടലക്കുറിശി സ്വദേശി കൃഷ്ണപ്രസാദ് എന്നിവർ പിടിയിലായി. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. നമസ്കാര മണ്ഡപത്തിൽ നടക്കുവാറുള്ള ഇല്ലം നിറപൂജ ഇത്തവണ നടത്തിയത് കൊടിമര ചൂട്ടിൽ. ചിങ്ങം പിറന്നതോടെ ഗുരുവായൂരിൽ വിവാഹ തിരക്കേറി. ദേശമംഗലത്ത് മുത്തശ്ശനെ കൊച്ചുമകൻ വെട്ടിക്കൊലപ്പെടുത്തി. വളരിപ്പടി വീട്ടിൽ അയ്യപ്പനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊച്ചുമകൻ രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ആതുര സേവനം അഭിമാനത്തോടെ ഉൾക്കൊള്ളേണ്ട ബഹുമതിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ 19ാമത് ബിരുദദാന ചടങ്ങ് തൃശൂർ ഗവൺമെന്റ് അലുമിനി അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. ബുദ്ധിപരവും ധാർമ്മികവുമായ നീതി നിർവഹണം എന്നതിൽ വേരൂന്നിയാകണം ആതുര വിദ്യാഭ്യാസം. ആതുര വിദ്യാസമ്പന്നർ അതിന്റെ കുലീനത്വം ഉൾക്കൊണ്ടുകൊണ്ട് അർപ്പണ മനോഭാവത്തോടെ സേവനം പൊതുസമൂഹത്തിനായി സമർപ്പിക്കണം. മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നത് എന്നും ബഹുമതിയും അഭിമാനവുമായി കരുതി മുന്നോട്ടു പോകണമെന്നും ഗവർണർ പറഞ്ഞു. വിവിധ വിഷയങ്ങളിൽ 1ാം റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോയും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായ രോഹിത് രാജീവ് സക്കറിയ, തിരുവല്ല പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിലെ വിദ്യാർത്ഥിയായ എസ് ഐശ്വര്യ എന്നിവർക്ക് ഈ വർഷത്തെ ഡോക്ടർ ജയറാം പണിക്കർ എൻഡോമെന്റ് അവാർഡ് നൽകി ആദരിച്ചു. ബിരുദദാന ചടങ്ങിൽ 400ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. സ്കിൽസ് ട്രെയിനിംഗ് മാനുവൽ ഫോർ മെഡിക്കൽ കോളേജസ് എന്ന പുസ്തകം ചടങ്ങിൽ ഗവർണർ വൈസ് ചാൻസലർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, പ്രോ വൈസ് ചാൻസലർ CP വിജയൻ, രജിസ്ട്രാർ ഡോക്ടർ S ഗോപകുമാർ, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ S അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. റഷ്യൻ സൈനിക സംഘത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃക്കൂർ സ്വദേശി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. സംഭവത്തിൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം തിങ്കളാഴ്ച ലഭിക്കുമെന്ന് റഷ്യയിൽ നിന്നുള്ള മലയാളി സംഘടനകൾ അറിയിച്ചു. തൃക്കൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ 36 വയസ്സുള്ള സന്ദീപാണ് റഷ്യൻ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്നത്. സന്ദീപ് ഉൾപ്പെട്ട 12-അംഗ റഷ്യൻ പട്ടാള പട്രോളിംഗ് സംഘം കൊല്ലപ്പെട്ടതായും ആശുപത്രിയിൽ മൃതദേഹങ്ങൾ റഷ്യൻ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ തിരിച്ചറിഞ്ഞതായും തൃക്കൂരിലെ വീട്ടിൽ അറിയിപ്പ് ലഭിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ എംബസി അവധിയായതിനാൽ അധികൃതരുടെ അറിയിപ്പും ചിത്രങ്ങളും അടുത്ത ദിവസമേ ലഭിക്കുകയുള്ളൂ. ഇതിനുശേഷമേ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. ചാലക്കുടിയിലെ ഏജൻസി വഴി കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതിയാണ് സന്ദീപും മലയാളികളായ മറ്റ് 7 പേരും റഷ്യയിലേക്ക് പോയത്. മോസ്കോയിൽ റെസ്റ്റോറന്റിലെ ജോലിക്കെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാന്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് അറിയിച്ചിരുന്നു. പിന്നീട് വിളിച്ചപ്പോൾ പാസ്പോർട്ടും ഫോണും കളഞ്ഞുപോയെന്ന് സന്ദീപ് പറഞ്ഞതായും ബന്ധുക്കൾ പറഞ്ഞു. റഷ്യൻ സേനയുടെ ഭാഗമായ സന്ദീപ് സൈനിക പരിശീലനത്തിലായിരുന്നതിനാൽ നാട്ടിലേക്ക് ബന്ധപ്പെടുവാൻ കഴിഞ്ഞിരുന്നില്ല. ഫോൺ വിളിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്ന് റഷ്യയിലെ മലയാളി സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. സന്ദീപ് ഉൾപ്പെട്ട സംഘത്തിന് നേരെ ആക്രമണമുണ്ടായെന്ന് റഷ്യൻ മലയാളി ഗ്രൂപ്പുകളിൽ വാട്സാപ്പ് സന്ദേശം പ്രചരിച്ചതോടെയാണ് വിഷയം നാട്ടിലറിയുന്നത്. ബന്ധുക്കൾ കേന്ദ്രമന്ത്രിമാരായ S ജയശങ്കർ, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നോർക്ക വഴി റഷ്യയിലെ ഇന്ത്യൻ എംബസിയിലും ബന്ധുക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ ഓണത്തിന് കുമ്മാട്ടിക്കളി നടത്താൻ സർക്കാരിന്റെ അനുമതി തേടി കുമ്മാട്ടി സംഘങ്ങൾ റവന്യൂ മന്ത്രി കെ രാജന് നിവേദനം നൽകി. മന്ത്രിയിൽ നിന്ന് അനുകൂല മറുപടിയാണ് ലഭിച്ചതെന്ന് കുമ്മാട്ടി സംഘങ്ങൾ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിലെ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ കോർപ്പറേഷൻ റദ്ദാക്കാൻ തീരുമാനിച്ചതിനാലാണ് മണ്ണുത്തിയിലെ മന്ത്രിയുടെ ഓഫീസിലെത്തി വടക്കുമുറി കുമ്മാട്ടി സംഘം പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്തിന്റെ നേതൃത്വത്തിലുള്ള കുമ്മാട്ടി സംഘങ്ങൾ മന്ത്രിക്ക് നിവേദനം നൽകിയത്. മന്ത്രിയിൽ നിന്ന് അനുകൂല നിലപാടാണ് ഉണ്ടായതെന്നും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെയും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി 2 ദിവസത്തിനകം വിവരമറിയിക്കാമെന്ന് മന്ത്രി പറഞ്ഞതായും കുമ്മാട്ടി സംഘാംഗങ്ങൾ പറഞ്ഞു. മന്ത്രിക്ക് നിവേദനം കൊടുത്തു. വേറെ ഒന്നല്ല, നമ്മൾ മേയർ പറഞ്ഞതിന്റെ ഒരു ചെറിയൊരു ആശങ്ക ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അത് റിയാസ് ആയിട്ട് മിനിസ്റ്ററായിട്ട് സംസാരിക്കാൻ, മുഖ്യമന്ത്രിയായിട്ട് ക്യാബിനറ്റിൽ അവരെ സംസാരിച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് വേണ്ട ഇത് പത്രക്കാർ നിങ്ങളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എന്താ അതിൻ്റെ തീരുമാനം എന്നുള്ളത്
എന്തായാലും വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനമാണ്. കാരണം ആള് പറഞ്ഞത് ചെറിയ ചെറിയ പരിപാടികൾ നടത്തുന്നതുകൊണ്ട് ഗവൺമെന്റിന് അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ 75-100 ഒക്കെ വർഷമായിട്ടുള്ള കുമ്മാട്ടികളാണ്. ആഘോഷം കുറച്ച് കുമ്മാട്ടി നടത്തുന്നതിന് സർക്കാരിന് എതിർപ്പില്ലെന്ന് മന്ത്രി അറിയിച്ചതായും കുമ്മാട്ടി സംഘാംഗങ്ങൾ വ്യക്തമാക്കി. കിഴക്കുംപാട്ടുകര, വടക്കുമുറി, തെക്കുമുറി, പൃഥ്വി, നെല്ലങ്കര, ചേലക്കോട്ടുകര, നായ്ക്കനാൽ, മുക്കാട്ടുകര, നെട്ടിശ്ശേരി തുടങ്ങിയ കുമ്മാട്ടി സംഘങ്ങളാണ് മന്ത്രിക്ക് നിവേദനം നൽകാനെത്തിയത്. കുമ്മാട്ടിക്കളി ഉപേക്ഷിച്ചാൽ സംഘങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയതായും സർക്കാരിന്റെ പണം വാങ്ങാതെയാണ് കുമ്മാട്ടിക്കളി നടത്തുന്നതെന്നും തെക്കുമുറി കുമ്മാട്ടി സംഘാംഗം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അത് ലോക്കല് പൈസ പിരിച്ചും വ്യക്തികൾ എടുത്തിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. പിന്നെ ഓരോന്നിനൊക്കെ അഡ്വാൻസ് ഓരോരുത്തർ 1 ലക്ഷം 1 ലക്ഷം ചിലവായി കഴിഞ്ഞു. അഡ്വാൻസ് കൊടുത്തൊരു പിന്നെ ടാബ്ലോൻ്റെ വർക്ക്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. പെട്ടെന്ന് നിർത്തുക എന്ന് പറഞ്ഞാൽ അതാണ്. മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നതാണ് ഓരോ വർക്കും. തൃശ്ശൂരിലെ കുമ്മാട്ടി കൂട്ടായ്മയും ഇത്തവണ ഓണത്തിന് സാധാരണ പോലെ തന്നെ കുമ്മാട്ടിക്കളി നടത്തുമെന്നറിയിച്ച് നേരത്തെ രംഗത്ത് വന്നിരുന്നു. കുമ്മാട്ടി നടത്തണമെന്ന ആവശ്യവുമായി എല്ലാ സംഘങ്ങളും സജീവമായി രംഗത്ത് വന്നതോടെ ഇത്തവണയും സാധാരണ പോലെ തന്നെ കുമ്മാട്ടിക്കളി അരങ്ങേറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. TCV ന്യൂസ്, തൃശ്ശൂർ. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന 2 കാറുകളിൽ നിന്ന് 40 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് മണ്ണൂർ പ്ലാക്കൽ വീട്ടിൽ കൃഷ്ണദാസ്, കടലക്കുറിശി പുത്തൻപുര വീട്ടിൽ കൃഷ്ണപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത്. 2 കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാലക്കുടി ഡിവൈഎസ്പി സ്ക്വാഡും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും പുതുക്കാട് പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ഒറീസയിൽ നിന്ന് ലോറിയിൽ കൊണ്ടുവന്ന കഞ്ചാവ് അവിനാശിയിൽ വെച്ചാണ് പ്രതികൾ വാങ്ങിയത്. പിന്നീട് 2 കാറുകളിലായി കേരളത്തിലേക്ക് കടത്തുകയായിരുന്നു. പ്രതികളിൽ ഒരാളായ കൃഷ്ണദാസ് 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ്. കൃഷ്ണപ്രസാദ് 2023 15 കിലോ കഞ്ചാവുമായി പിടികൂടിയ കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. അനധികൃത മദ്യവിൽപ്പന നടത്തിയയാളെ കുന്നംകുളം എക്സൈസ് പിടികൂടി. പഴുന്നാന സ്വദേശി മോനുട്ടൻ എന്ന ബാബുവിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. മേഖലയിൽ പ്രതി അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി ഇയാളെ എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം അനധികൃത മദ്യവിൽപ്പന നടത്തുന്നതിനിടയിലാണ് 6 കുപ്പികളിലായി സൂക്ഷിച്ച 3 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പ്രതിയെ എക്സൈസ് സംഘം പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 10 ലിറ്റർ ചാരായവുമായി മധ്യവയസ്കൻ വടക്കാഞ്ചേരി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. വാഴാനി പേരേപ്പാടം സ്വദേശി രാജനെയാണ് വടക്കാഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ജിൻ സൈമണിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. വീടിന് പുറകുവശത്തുള്ള കാട്ടിൽ ചാരായം മാറ്റി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതാണ് ഇയാളുടെ രീതി. 1 ലിറ്റർ ചാരായത്തിന് 1000 രൂപയാണ് ആവശ്യക്കാരിൽ നിന്നും ഇയാൾ ഈടാക്കിയിരുന്നതെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PP കൃഷ്ണകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയേഷ്, ലീനോ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രതിക എന്നിവർ ചാരായം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്രത്തിന് പുറത്ത് ഒരുക്കിവച്ചിരുന്ന കതിർക്കറ്റകൾ അവകാശികളായ അഴീക്കൽ, മനയം കുടുംബങ്ങളിലെ അംഗങ്ങൾ തലയിലേറ്റി കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് മുന്നിൽ അരിമാവണിഞ്ഞ നാക്കിലയിൽ സമർപ്പിച്ചു. ശാന്തിയേറ്റ കീഴ്ശാന്തി തേലമ്പറ്റ നാരായണൻ നമ്പൂതിരി തീർത്ഥം തെളിച്ച് കതിർക്കറ്റകൾ ശുദ്ധിവരുത്തി. ഓട്ടുരുളിയിൽ സമർപ്പിച്ച ആദ്യ കതിർക്കറ്റ ശാന്തിയേറ്റ കീഴ്ശാന്തി വേങ്ങേരി ചെറിയ കേശവൻ നമ്പൂതിരി ശിരസിലേറ്റി. കുത്തുവിളക്കുമായി പാരമ്പര്യ അവകാശി പുതിയേടത്ത് ആനന്ദൻ അകമ്പടിയായി. ബാക്കിയുള്ള കതിർക്കറ്റകൾ 13 കീഴ്ശാന്തി ഇല്ലങ്ങളിലെ നമ്പൂതിരിമാർ ശിരസിലേറ്റി നിരനിരയായി ക്ഷേത്രപ്രദക്ഷിണം ചെയ്ത് കൊടിമര ചുവട്ടിലെത്തിച്ചു. തന്ത്രിമാരായ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ ലക്ഷ്മി പൂജ നടത്തി. ഒരു കതിർക്കറ്റ ഉരുളിയിലാക്കി ശിരസിലേറ്റി ശ്രീകോവിലിനുള്ളിൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. ശേഷം കതിർക്കറ്റകൾ പട്ടിൽ പൊതിഞ്ഞ് ശ്രീലകത്ത് നിറച്ചു. ഉപദേവന്മാരുടെ ശ്രീകോവിലിലും നിറ നടത്തി. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. സാധാരണ നമസ്കാര മണ്ഡപത്തിൽ നടക്കാറുള്ള ഇല്ലം നിറ പൂജ ഇത്തവണ കൊടിമര ചുവട്ടിലാണ് നടത്തിയത്. ക്ഷേത്രത്തിനകത്ത് വിതരണം ചെയ്യാറുള്ള നെൽക്കതിരുകൾ ഇത്തവണ പുറത്താണ് വിതരണം ചെയ്തത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങുകളിൽ മാറ്റം വരുത്തിയതെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇല്ലം നിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തിരി ഈ മാസം 28-ന് നടക്കും. പുതിയ നെല്ലിന്റെ അരി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പായസം ഗുരുവായൂരപ്പന് നിവേദിക്കുന്ന ചടങ്ങാണിത്. TCV ന്യൂസ്, ഗുരുവായൂർ. ചിങ്ങം പറന്നതോടെ ഗുരുവായൂരിൽ വിവാഹ തിരക്കേറി.
198 വിവാഹങ്ങളാണ് ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. തിങ്കളാഴ്ച 43, 22-ന് 165, 28-ന് 140 വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 8-നാണ് കൂടുതൽ വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുള്ളത്. ഇതുവരെ 263 വിവാഹങ്ങൾ അന്നത്തേക്ക് ഷീട്ടാക്കി കഴിഞ്ഞു. വിവാഹം നടക്കുന്ന ദിവസവും ഷീട്ടാക്കാൻ കഴിയുമെന്നതിനാൽ എണ്ണം ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. തിരക്ക് പരിഗണിച്ച് ചൊവ്വാഴ്ച വരെയും 25 മുതൽ 28 വരെയും ദർശനത്തിന് ക്രമീകരണമുണ്ട്. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ VIP സ്പെഷ്യൽ ദർശനം ഉണ്ടായിരിക്കില്ല. ക്ഷേത്രത്തിൽ ദർശനത്തിനും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിനായി ദൈവളക്ക് ഷീട്ടാക്കുന്ന വകയിൽ 20,26,333 രൂപ ദേവസ്വത്തിന് ലഭിച്ചു. ഭക്തർ 16,41,240 രൂപയുടെ തുലാഭാരം നടത്തി. ഞായറാഴ്ച വഴിപാടിനത്തിൽ മാത്രമായി 68,57,164 രൂപയാണ് ദേവസ്വത്തിന് ലഭിച്ചത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ മഹാഗോപൂജ നടത്തി. കിഴക്കേ നടയിൽ നിന്ന് വാദ്യമേളങ്ങളുടെയും ഗോപിക നൃത്തത്തിന്റെയും അകമ്പടിയിൽ പശുക്കളെ വടക്കേ നടയിലേക്ക് ആനയിച്ചു. വടക്കേ നടയിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ പശുക്കളെ പൂജിച്ചു. ക്ഷേത്രം ഓദിക്കൻ മൂന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. സ്വാമി സന്മയാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PS പ്രേമാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം ഉത്തര കേരള അധ്യക്ഷൻ N ഹരീന്ദ്രൻ, മൗനയോഗി സ്വാമി ഹരിനാരായണൻ, PK ശിവദാസ്, T ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ദേശമംഗലത്ത് മുത്തച്ഛനെ കൊച്ചുമകൻ വെട്ടിക്കൊലപ്പെടുത്തി. എസ്റ്റേറ്റ് പടിക്ക് സമീപം താമസിക്കുന്ന വാളരിപ്പടി വീട്ടിൽ 75 വയസ്സുള്ള അയ്യപ്പനെയാണ് കൊച്ചുമകൻ രാഹുൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. രാഹുലിനെ ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവാവ് മാനസിക രോഗിയാണെന്ന് പറയപ്പെടുന്നു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ചാവക്കാട് കാഞ്ഞാണി റൂട്ടിലെ ഒരു വിഭാഗം തൊഴിലാളികൾ തിങ്കളാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. ഏനമാവ് ചാവക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BMSന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. എരുമപ്പെട്ടി കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു. ഉള്ളിലെ ശ്രീകോവിലിന് മുൻപിലുള്ള ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് സംഭവം ആദ്യം കണ്ടത്. ഏകദേശം 5000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഭാരവാഹികൾ അറിയിച്ചത്. പരാതി നൽകിയതിനെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ശ്രീനാരായണപുരം അഞ്ചാംപുരത്തിയിൽ മോഷണം. 24 മണിക്കൂറിനകം മോഷ്ടാക്കൾ പിടിയിൽ. അഞ്ചാംപുരത്തി കരക്കുളത്ത് ജയരാജന്റെ ഉടമസ്ഥതയിലുള്ള ആലയിലാണ് മോഷണം നടന്നത്. ആലയിൽ ഇരുമ്പ് സാമഗ്രികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 100 കിലോയോളം തൂക്കമുള്ള ആട്ടക്കല്ലാണ് മോഷണം പോയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണപുരം പള്ളിനട സ്വദേശികളായ കരിനാട്ട് വീട്ടിൽ അഖിൽ, എടശ്ശേരി വീട്ടിൽ അസ്ലം എന്നിവരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷണവിവരം അറിഞ്ഞ ഉടനെ മതിലകം പോലീസും ആലയുടെ ഉടമയും നടത്തിയ തെരച്ചിലിലാണ് പടിഞ്ഞാറെ വെമ്പലൂരിലുള്ള ആക്രിക്കടയിൽ നിന്ന് മോഷണ മുതൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലാവുകയായിരുന്നു. വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ കരട് പട്ടിക പുതുക്കി. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 119 പേരാണ് കാണാമറയത്തുള്ളത്. ആദ്യം തയ്യാറാക്കിയ പട്ടികയിൽ 128 പേരാണ് ഉണ്ടായിരുന്നത്. DNA ഫലം കിട്ടിത്തുടങ്ങിയതിന് പിന്നാലെയാണ് കാണാതായവരുടെ എണ്ണം വീണ്ടും കുറഞ്ഞത്. തലപ്പള്ളി താലൂക്കിലെ റേഷൻ വ്യാപാരി അബ്ദുൾ ഗഫൂറിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുവാനുള്ള ജില്ലാ സപ്ലൈ ഓഫീസറുടെ പ്രതികാര നടപടിക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ പറഞ്ഞു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ നേതൃയോഗം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4-5 ദിവസമായി സസ്പെൻഷൻ ഓർഡറുമായി ഉദ്യോഗസ്ഥർ നടക്കുകയാണ്. അവിടുത്തെ ജനങ്ങളും റേഷൻ വ്യാപാരികളും ഒറ്റക്കെട്ടായി നിന്ന് പ്രതികാര നടപടിയെ എതിർക്കുകയാണെന്നും AKRR DAയും അതിനെ ശക്തമായി നേരിടുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. റേഷൻ വ്യാപാരികളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങൾക്ക് എതിരെ അതിശക്തമായി പ്രതിഷേധിക്കണം. മനഃപൂർവ്വമായി എല്ലാ താലൂക്കുകളിലും ഈ സംഘടനയിൽപ്പെട്ട റേഷൻ വ്യാപാരികളെ തെരഞ്ഞുപിടിച്ച് ഇല്ലാത്ത കുറ്റം ആരോപിച്ച് അവരുടെ പേരിൽ നടപടികൾ എടുക്കുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നീങ്ങുന്ന ജില്ലാ സപ്ലൈ ഓഫീസറുടെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രന്റെ ധിക്കാരപരമായ നടപടിയിൽ പ്രതിഷേധിച്ചും ജില്ലാ സപ്ലൈ ഓഫീസറുടെ അനധികൃത സ്വത്ത് സമ്പാദ്യത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടും സെപ്റ്റംബർ 4-ാം തീയതി ജില്ലയിലെ റേഷൻ വ്യാപാരികൾ ജില്ലാ സപ്ലൈ ഓഫീസ് മാർച്ച് നടത്തുവാനും ജില്ലാ നേതൃയോഗം തീരുമാനിച്ചു. ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ചുണ്ടൽ അധ്യക്ഷത വഹിച്ചു. T മുഹമ്മദ് അലി, PD പോൾ, K സൈദുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു.
പെരുമ്പിലാവിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് ബൈക്ക് യാത്രികർ ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞു തകർത്ത സംഭവത്തിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് കോടമുക്ക് സ്വദേശി ഫൈസലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബായ് എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ ചില്ലാണ് കോഴിക്കോട് നിന്ന് കുന്നംകുളത്തേക്ക് വരുന്നതിനിടെ അക്രമി സംഘം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞു തകർത്തത്. സംഭവത്തിൽ ഒരു പ്രതി കൂടി പിടിയിലാകുവാനുണ്ട്. മാള ടൗണിലും സമീപ പ്രദേശങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കുഴിക്കുന്നതിനും ഇനി പുരാവസ്തു വകുപ്പിന്റെ മുൻകൂർ അനുമതി തേടണം. മാള ടൗണിലെ സിനഗോഗിൽ നിന്ന് 170 മീറ്റർ ദൂരത്തിലുള്ള പഞ്ചായത്ത് കെട്ടിടത്തിൽ നിർമ്മാണം നടത്തുന്നതിനും നിബന്ധനയുണ്ടായിരുന്നു. സംരക്ഷിത സ്മാരകത്തിന് ഹാനികരമല്ലെങ്കിലും നിർമ്മാണത്തിന് മുൻകൂർ അനുമതിക്കായി തൃശൂർ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിന്റെ ചുമതലയുള്ള ഓഫീസറെ സമീപിക്കണമെന്നും കുഴിക്കുമ്പോൾ പുരാവസ്തുക്കളെന്ന് സംശയിക്കുന്ന എന്തെങ്കിലും ലഭിച്ചാൽ നിർമ്മാണം നിർത്തിവെച്ച് അറിയിക്കണമെന്നും പുരാവസ്തു വകുപ്പിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാള പഞ്ചായത്തിന്റെ കൈവശമുള്ള കെട്ടിടത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ച് ശൌചാലയം നിർമ്മിക്കുന്നതിന് മാള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനുമതി തേടി നൽകിയ കത്തിന് മറുപടിയായാണ് നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. സ്ഥലം കുഴിക്കേണ്ടതില്ലെങ്കിലും 4 വർഷമായി പദ്ധതി നടത്താനായിട്ടില്ല. ഇനി വ്യാപാര സ്ഥാപനങ്ങൾക്കടക്കം നിർമ്മാണം നടത്തണമെങ്കിൽ മുൻകൂർ അനുമതി വേണം. മുൻകൂർ അനുമതിയില്ലാതെ നിർമ്മാണം നടത്തുന്നത് പുരാവസ്തു സംരക്ഷണ നിയമം അനുസരിച്ച് കുറ്റകരമാണ്. മാളയിലെ യഹൂദ സിനഗോഗിന്റെ പരിസര പ്രദേശങ്ങളിലെ അനുമതിയില്ലാത്ത നിർമ്മാണം സംബന്ധിച്ച് ആർക്കും പുരാവസ്തു വകുപ്പിൽ പരാതിപ്പെടാവുന്നതാണ്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ഇടിച്ച് യുവതിക്ക് പരിക്കേറ്റു. ആൽത്തറ സ്വദേശിനി ആദിത്യയ്ക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. പരിക്കേറ്റ യുവതിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് അപകടത്തിനിടയാക്കിയ ബസ് ഡ്രൈവർ ഒറ്റപ്പാലം കിഴൂർ സ്വദേശി മുരളീകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഖില കേരള മാരാർ ക്ഷേമസഭയുടെ ജില്ലാ സമ്മേളനം തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. രക്ഷാധികാരി പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KM മോഹനൻ മാരാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി R വേലായുധൻ മാരാർ, ജില്ലാ സെക്രട്ടറി MK ബിജു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരുവനം സതീശൻ മാരാർ, തൃപ്രയാർ അനിയൻ മാരാർ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി കുടുംബ സംഗമവും മുതിർന്ന അംഗങ്ങളെയും കലാകാരന്മാരെയും ആദരിക്കലും നടന്നു. ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല പൊട്ടിച്ച കേസിലെ പ്രതിയെ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സാഗോക് ടീം അംഗങ്ങളും ഒല്ലൂർ പോലീസും ചേർന്ന് പിടികൂടി. കൊട്ടാരക്കര നീലേശ്വരം സ്വദേശി ഋഷഭാണ് പിടിയിലായത്. PR പടിയിൽ നിന്നും പറവട്ടാനിയിൽ നിന്നുമാണ് പ്രതി മാല കവർന്നത്. പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 5 കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. തൃശൂരിലെ ലോഡ്ജിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളെ കുത്തിപ്പരിക്കേൽപ്പിച്ച് 42 ലക്ഷം രൂപ വരുന്ന സ്വർണം കവർന്ന കേസിൽ ഒരാൾ കൂടി പിടിയിലായി. പരപ്പനങ്ങാടി ചാപ്പടി ബീച്ച് ഇക്ബാലിനെയാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 5 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിലായ പ്രതിക്ക് മലപ്പുറം, പരപ്പനങ്ങാടി എന്നീ സ്റ്റേഷനുകളിലായി 5ഓളം കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു. തൃശൂർ ഈസ്റ്റ് SHO MJ ജിജു, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൂരജ്, CPOമാരായ ഹരീഷ്, ദീപക്, അജ്മൽ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. വയനാട് ദുരന്തബാധിതരുടെ അതിജീവനത്തിന് കൈത്താങ്ങായി എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂരിന്റെ നേതൃത്വത്തിൽ റൺ ഫോർ വയനാട് എന്ന പേരിൽ തൃശൂരിൽ ചാരിറ്റി റൺ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ കളക്ടറോടൊപ്പം 5 കിലോമീറ്റർ ദൂരം ഓടി മിനി മാരത്തോണിൽ അണിചേർന്നു. ഓട്ടം, നീന്തൽ, സൈക്ലിംഗ് കൂട്ടായ്മയായ എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ അംഗങ്ങൾ സ്വരൂപിച്ച 75,720 രൂപ പ്രതിനിധികളായ M പ്രശാന്ത്, റീമോൻ ആന്റണി, VA രാമകൃഷ്ണൻ എന്നിവർ ചേർന്ന് കളക്ടർക്ക് കൈമാറി. വീട്ടിലൊരു വായനശാല എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പുസ്തകപുര പദ്ധതിയിലേക്ക് ഈ വർഷം കുട്ടികളെ തെരഞ്ഞെടുക്കുവാനുള്ള അഭിമുഖം തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 120ഓളം വിദ്യാർത്ഥികൾ അഭിമുഖത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് 50 പുസ്തകങ്ങൾ വീതം സൗജന്യമായി നൽകും. 1.5 വർഷം മുൻപ് തുടങ്ങിയ പുസ്തകപുര പദ്ധതിയിൽ ജില്ലയിൽ 200ഓളം കുട്ടികൾ അംഗങ്ങളായുണ്ട്. പുസ്തകപുര ചെയർമാൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ്, എഴുത്തുകാരി സ്മിത കോടനാട്, പുസ്തകപുര കോർഡിനേറ്റർ ഡോക്ടർ KR മീര എന്നിവർ നേതൃത്വം നൽകി. കേരള സഹകരണ വേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ സഹകരണ നിയമചട്ട ഭേദഗതികളെക്കുറിച്ച് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. സഹകരണ വേദി സംസ്ഥാന പ്രസിഡന്റ് KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KV ഹരിലാൽ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NK സുബ്രഹ്മണ്യൻ, PD റജി, PM വിജയൻ എന്നിവർ ക്ലാസ് നയിച്ചു.
തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധിയൻ സൗന്ദര്യ വിചാരം എന്ന ഗ്രന്ഥത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതിയും പ്രഭാഷണവും സംഘടിപ്പിച്ചു. ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ ഭാഷാ പഠന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ചേറൂർ സാഹിതിയിൽ നടന്ന പരിപാടി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയൻ ദർശനത്തെ സാധാരണക്കാരന്റെ കണ്ണിലൂടെ കാണുകയും പിന്തുടരുകയും ചെയ്ത ദാർശനികനായിരുന്നു ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണനെന്നും അദ്ദേഹത്തിന്റെ അക്ഷീണയത്നത്തിന്റെ അന്തസത്തയാണ് ഗാന്ധിയൻ സൗന്ദര്യ വിചാരം എന്ന വിഖ്യാത ഗ്രന്ഥമെന്നും അനന്തകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. സരസ്വതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സർവോദയ നേതാവ് എം പീതാംബരൻ, എഴുത്തുകാരൻ കെ അരവിന്ദാക്ഷൻ, ഇ രാജൻ, കവി ഡോക്ടർ സി രാവുണ്ണി, ലിറ്റററി ഫോറം പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വാണിജ്യം. നേത്രചികിത്സാ രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഫ്രീഡം ഓഫറുകൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. നേത്രപരിചരണ രംഗത്തെ പ്രശസ്തരായ ഡോക്ടർ റാണി മേനോൻ മാക്സിമിഷൻ ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 31 വരെയാണ് ഫ്രീഡം ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത്. സൗജന്യ ലാസിക് കൺസൾട്ടേഷൻ, 1500 രൂപയുടെ സൗജന്യ സ്കാൻ, ലാസിക് സർജറിയിൽ 10% കിഴിവ് എന്നിവയെല്ലാം ഫ്രീഡം ഓഫറിന്റെ ഭാഗമായി ലഭിക്കും. ലാസിക് സർജറി ചെയ്ത് 15 സെക്കൻഡിനുള്ളിൽ കണ്ണട ഒഴിവാക്കാനാവുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ലാസിക് സർജറിയിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വേഗമേറിയതും വേദനയില്ലാത്തതുമായ നടപടിക്രമങ്ങളിലൂടെ വ്യക്തമായ കാഴ്ച ഉറപ്പുവരുത്തുന്നു. കൺസൾട്ടേഷനും ബുക്കിംഗിനുമായി ബന്ധപ്പെടേണ്ട നമ്പർ 0920 7758 916 9846 878222. ബ്ലൂ സ്റ്റാർ AC ആൻഡ് റെഫ്രിജറേഷൻ ഉൽപ്പന്നങ്ങളുമായി തൃശൂരിലെ ആദ്യത്തെ ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് ഷോറൂമായ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് മുണ്ടുപാലം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളായ എയർ കണ്ടീഷണർ, വാട്ടർ കൂളർ, വിസി കൂളർ, എയർ കൂളർ, വാട്ടർ ഡിസ്പെൻസർ, ഡീപ് ഫ്രീസർ, ഇൻവെർട്ടർ എയർ കണ്ടീഷണർ, ഫിക്സഡ് സ്പീഡ് എയർ കണ്ടീഷണർ തുടങ്ങിയവയുടെ വിപുലമായ കളക്ഷനുകളും ഉദ്ഘാടന ഓഫറുകളുമായാണ് ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഷോറൂമിന്റെ ആശീർവാദകർമ്മം തൃശൂർ ഡോളേഴ്സ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ ബിൻഡോ വല്ലച്ചിറക്കാരൻ നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ ജോബി ദേവസി അധ്യക്ഷത വഹിച്ചു. കൂളിംഗ് ആൻഡ് പ്യൂരിഫിക്കേഷൻ അപ്ലയൻസസ് ജനറൽ മാനേജർ സി ദീനദയാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസി വെല്ലപ്പാടി ഭദ്രദീപം തെളിയിച്ചു. എയർ കണ്ടീഷണർ വിഭാഗത്തിൽ റെഫ്രിജറേഷൻ പ്രോഡക്ട്സ് സദേൺ റീജിയണൽ മാനേജർ DM ശ്രീനിവാസ് ഡോക്ടർ ലക്ഷ്മിക്ക് എയർ കണ്ടീഷണർ നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. റെഫ്രിജറേഷൻ ഏരിയ സർവീസ് മാനേജർ ജോൺസൺ വീനസ് റെസ്റ്റോറന്റ് ഡയറക്ടർ അഭിറാമിന് വിസി കൂളർ കൈമാറി റെഫ്രിജറേഷൻ പ്രോഡക്ട്സ് ഡിവിഷനിലെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റുകളുടെ സർവീസിംഗും ആക്റ്റീവ് എയർ കണ്ടീഷനിംഗിൽ ലഭ്യമാണ്. ഡിവിഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, ബ്ലൂ സ്റ്റാർ മാർക്കറ്റിംഗ് ഹെഡ് ദിനേഷ്, ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് ഡയറക്ടർ രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലൂ സ്റ്റാർ പ്രതിനിധികളായ റൂം എയർ കണ്ടീഷനിംഗ് ഡിവിഷൻ ഏരിയ സെയിൽസ് മാനേജർ ശ്യാം കൃഷ്ണ, സെയിൽസ് മാനേജർ മനു മോഹൻദാസ്, റെഫ്രിജറേഷൻ പ്രോഡക്ട്സ് ഡിവിഷൻ മാനേജർ ആനന്ദ് കുമാർ, നബീൽ മുഹമ്മദ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. തൃശൂരിലും കണ്ണൂരിലും കോഴിക്കോടും പ്രവർത്തിക്കുന്ന ആക്റ്റീവ് ഇന്നോവേറ്റീവ് സിസ്റ്റം ആക്റ്റീവ് എയർ കണ്ടീഷനിംഗിന്റെ സഹോദര സ്ഥാപനമാണ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3186 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ആതുരസേവനം അഭിമാനത്തോടെ ഉൾക്കൊള്ളേണ്ട ബഹുമതിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആതുര വിദ്യാസമ്പന്നർ അർപ്പണ മനോഭാവത്തോടെ സേവനം പൊതുസമൂഹത്തിന് സമർപ്പിക്കണമെന്നും ഗവർണർ. റഷ്യൻ സൈനിക സംഘത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃക്കൂർ സ്വദേശി മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. സംഭവത്തിൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം കാത്തുകൊടുക്കും. കുമ്മാട്ടിക്കളി നടത്താൻ സർക്കാരിന്റെ അനുമതി തേടി കുമ്മാട്ടി സംഘങ്ങൾ. മന്ത്രി കെ രാജന് കുമ്മാട്ടി സംഘങ്ങൾ നിവേദനം നൽകി. മന്ത്രിയിൽ നിന്ന് അനുകൂല മറുപടിയാണ് ലഭിച്ചതെന്ന് കുമ്മാട്ടി സംഘങ്ങൾ.
വലിയക്രയിൽ നിർത്തിയിട്ടിരുന്ന 2 കാറുകളിൽ നിന്ന് 40 കിലോ കഞ്ചാവ് തൃശൂർ റൂറൽ ലഹരി വിരുദ്ധ സ്ക്വാഡും പുതുക്കാട് പോലീസും ചേർന്ന് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി കൃഷ്ണദാസ്, കടലക്കുറിശി സ്വദേശി കൃഷ്ണപ്രസാദ് എന്നിവർ പിടിയിലായി. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. നമസ്കാര മണ്ഡപത്തിൽ നടത്തുവാറുള്ള ഇല്ലംനിറ പൂജ ഇത്തവണ നടത്തിയത് കൊടിമരച്ചൂട്ടിൽ. ചിങ്ങം പിറന്നതോടെ ഗുരുവായൂരിൽ വിവാഹത്തിരക്കേറി. ദേശമംഗലത്ത് മുത്തശ്ശനെ കൊച്ചുമകൻ വെട്ടിക്കൊലപ്പെടുത്തി. വളരിപ്പടി വീട്ടിൽ അയ്യപ്പനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊച്ചുമകൻ രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.